ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറെ പുളി കിട്ടിയിട്ടുണ്ട്. മഴയായതുകൊണ്ട് പുളിയൊന്നും ഉണക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിന്ന് എങ്ങനെ പുകയില്ലാതെ പുളി ഉണക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പുളി കുറിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ പുളി എടുക്കണം. ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ പുളിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഉപ്പ് തേച്ചിട്ട് നമുക്ക് ഒരു ടിന്നിലേക്ക് എടുത്ത് വെക്കാം. അപ്പൊ നമ്മൾ ഈ പുളി മൊത്തം പൊളന്നെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണങ്ങാമെന്ന് നോക്കാം. കുറച്ച് ഉപ്പ് പൊടി എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പരിപ്പേക്കൂടെ നല്ലപോലെ തൂക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് വെക്കാം. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് ഒരു ടിന്നോളം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ അടച്ചെടുക്കാം. നല്ലപോലെ മുറുക്കി അടയ്ക്കണം. ഇതുപോലെ നമുക്കിനി ബാക്കി ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഇന്നലെ അടുക്കി വെച്ചിരിക്കുന്ന പുളി. ഇത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇന്നായപ്പോഴത്തേക്ക് ഇത്ര ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഈ പുളി എങ്ങനെയാണ് ഉണങ്ങേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നല്ല വേനൽക്കാലത്ത് ഇത് പാറയിൽ കൊണ്ടിട്ട് ഉണക്കണം. പുകയത്തൊന്നും വെക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണക്കിയെടുത്ത പുളിയാണിത്. പുകയൊന്നും ഇല്ലാതെ നല്ല നാച്ചുറലായിട്ട് ഉണക്കിയെടുത്ത പുളിയാണ്. ഇതുപോലെയാണ് പുളി ഇരിക്കുന്നത്. ഇങ്ങനെ പുളി ഉണങ്ങിക്കഴിഞ്ഞാൽ മീൻകറിക്കകത്ത് ഇടാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും പുളി ഉണങ്ങി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ, കമന്റ് ചെയ്യാനും മറക്കല്ലേ.